അസ്സലാമു അലൈക്കും. ഇന്ന് വളരെയധികം ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്. ഉത്തർപ്രദേശിലെ ഒരു പള്ളിയിലെ ഇമാം, അവിടുത്തെ ഒരു മതപണ്ഡിതനാണ്. അദ്ദേഹത്തിനെ ഇന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. റെയിൽവേ ട്രാക്കിലാണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണാൻ സാധിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ആദ്യം പറഞ്ഞൊരു നിഗമനം, അല്ലെങ്കിൽ ഒരു പോലീസ് ഈ ഒരു കേസിനെ വഴിതിരിച്ചുവിടാൻ വേണ്ടി പറഞ്ഞ ഒരു ന്യായമെന്ന് പറയുന്നത്, ഇദ്ദേഹം ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇദ്ദേഹം അബദ്ധവശാൽ താഴേക്ക് വീണ് മരണപ്പെട്ടു എന്നുള്ള വാദമായിരുന്നു. കയ്യോ കാലോ തട്ടി അബദ്ധവശാൽ താഴേക്ക് വീണാണ് ഇദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് പറഞ്ഞു വെച്ചത്. എന്നാൽ അങ്ങനെയല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിനെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ ട്രെയിനിൽ വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നാണ് കുടുംബക്കാർ പറഞ്ഞു വയ്ക്കുന്നത്. ആ കുടുംബക്കാർ അങ്ങനെ പറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇദ്ദേഹത്തിൻ്റെ ഒരു മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു മൃതദേഹം ആ ട്രാക്കിൽ കിടന്ന രീതിയും, അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഒരുപാട് മുറിവുകളും, അതായത് അടിച്ചതിൻ്റെയും ഇടിച്ചതിൻ്റെയും ആക്രമിച്ചതിൻ്റെയും ഒക്കെയുള്ള പാടുകളും മുറിവുകളും ഇദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അക്രമികൾ അദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നാണ് കുടുംബക്കാർ മുന്നോട്ട് വന്നത്. ഇനി അതുമാത്രമല്ല, ഈ ഒരു വിഷയത്തെ ഇനി പോലീസ് ന്യായീകരിച്ചുകൊണ്ട് ഇനി അങ്ങനെയല്ല, അദ്ദേഹം അബദ്ധവശാൽ താഴേക്ക് വന്ന് വീണ് തന്നെയാണ് എന്ന് പോലീസിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അതിനേക്കാൾ മറ്റൊരു വലിയൊരു തെളിവ്, അതായത് ട്രെയിനിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹം ആക്രമിക്കപ്പെട്ടു, അദ്ദേഹത്തിനെ മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പക്കലുണ്ട്. ഈ ആക്രമണം നടക്കുന്നതിന് ഏതാനും കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം തൻ്റെ ഭാര്യയെ ഫോണിൽ വിളിച്ചിരുന്നു. തന്നെ രക്ഷിക്കണം, എത്രയും വേഗം ഓടി വരണം, പോലീസിനെ ഇക്കാര്യങ്ങൾ അറിയിക്കൂ, ഞാനൊരു അപകടത്തിലാണ്, എന്നെ ആക്രമിക്കുന്നുണ്ട്, അക്രമകാരികൾ എന്നെ അടിക്കുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തൻ്റെ ഭാര്യയോട് ഫോണിൽ കൂടി വിളിച്ചു പറയുന്നതിൻ്റെ ഓഡിയോ സന്ദേശം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് ഞാനൊന്ന് കേൾപ്പിക്കാം. हेलो तबस्सुम, हाँ একটা সারাবি মুখে ট্রেন পকড়লিয়ে উল্টা সিধা বলা है রে ভাই মা কি বলছে মারছে মুখ। তোক মারছে हाँ क्या यार वही ना, तो पुलिस से फोन करा कत शाहजहान पुलिस हाउस पे মা যে লোক ছেনি কি ট্রেনটা কি छह तो लोग ला देगी शराब पी के। भैया हेल्प करो तो यार, মামা মা देखो भैया परेशान कर रहे हैं মা দেখবি পুলিশ वाला বলে ট্রেনটা ধরে যায় বলে জবরদস্তি বলে মারছে বলে मुझे। अपना मेरे गाली में തന്നെ ആക്രമിക്കുന്ന സമയത്ത് കൂടെയുള്ള യാത്രക്കാർ ആരും തന്നെ ഈ അക്രമകാരികളെ പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ തന്നെ രക്ഷിക്കാനോ വരുന്നില്ല എന്നുള്ള ഒരു സങ്കടം കൂടി അദ്ദേഹം തൻ്റെ ഭാര്യയോട് ആ ഫോണിൽ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. നോക്കി, ഇദ്ദേഹം ട്രെയിനിൽ വെച്ചുകൊണ്ട് അബദ്ധവശാൽ വീണ് മരണപ്പെട്ടതല്ല, നേരെ മറിച്ച് അക്രമകാരികൾ ഇദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണിത്. എന്നാൽ ഞാനൊരു വീഡിയോ ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഇതുവരെയും ആ അക്രമകാരികളെ ഇതുവരെയും പിടികൂടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഉത്തർപ്രദേശിൽ ഒരു ഇമാമിനുണ്ടായ ഒരു സംഭവമാണ്, അതിദാരുണമായ ഒരു സംഭവം. നോക്കിയൊരു മനുഷ്യൻ എന്തു തെറ്റാണ് ചെയ്തത്? അദ്ദേഹം ഒരു മുസ്ലിമായതുകൊണ്ടാണോ ഇത്തരത്തിൽ അദ്ദേഹത്തിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്? അദ്ദേഹം ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്, അദ്ദേഹത്തിൻ്റെ തണലിൽ കഴിയുന്ന കുടുംബമുണ്ട്. ആ കുടുംബത്തിൻ്റെ അരിയിൽ മണ്ണുവാരിയിടുകയാണ് ഇതുപോലെയുള്ള ഈ വർഗീയവാദികൾ. അദ്ദേഹത്തിൻ്റെ പേര് മൗലാന തൗസീഫ് റാസ മസ്ഹാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഇത് നിരന്തരമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരമായി നടക്കുന്നുണ്ട്. എത്രയെത്ര ഇതുപോലെയുള്ള ഇമാമുകളെ കൊലപ്പെടുത്തി. വർഗീയവാദികൾ നിരന്തരമായി മുസ്ലിമീങ്ങളെ ആക്രമിക്കുന്നതിൻ്റെ വാർത്തകൾ വേറെയാണ്. അതല്ലാതെ പള്ളിയിലെ പണ്ഡിതന്മാരെയും ഇമാമുകളെയും പോലും ഇത്തരത്തിൽ ഈ വർഗീയവാദികൾ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. എന്നാൽ ആക്രമിച്ചവർക്ക് എന്ത് ശിക്ഷയാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ, ആക്രമിച്ചവർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത് എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ആ കൊലയാളികൾ ഇന്നും സുഖമായി ജീവിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ കർശനമാകാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരമായി സംഭവിക്കുന്നത്. പുഷ്പം പോലെ കോടതികൾ ഇതുപോലെയുള്ള നരാധമന്മാർക്ക് ജാമ്യം കൊടുക്കും. ജാമ്യം കിട്ടി തിരിച്ചിറങ്ങുക മാത്രമല്ല, ഇതുപോലെയുള്ളവന്മാർക്ക് നല്ല ഒരു പോസ്റ്റും ഏതെങ്കിലും ഒരു നല്ല രീതിയിലുള്ള ഒരു കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയമായി കൊണ്ട് ഒരു പോസ്റ്റും കൂടെ ഇത്തരം ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബിൽക്കീസ് ബാനു കേസിലെ പ്രതികളെ മോചിപ്പിച്ചപ്പോഴുണ്ടായ ആഘോഷങ്ങൾ നമ്മളെല്ലാവരും വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഞാൻ ഇന്നലെ ഒരു വാർത്ത കണ്ടു. നോമ്പുകാരിയായ ഒരു സ്ത്രീയെ അതിക്രൂരമായി അടിച്ചു കൊലപ്പെടുത്തിയ ഒരു നരാധമന്, ഒരു വർഗീയവാദിക്ക്, മനസ്സിൽ മനുഷ്യത്വമില്ലാത്ത ആ നരാധമന്
കോടതി ജാമ്യം കൊടുത്തു എന്നുള്ള വാർത്തയാണ്. നോക്കൂ, നോമ്പ് പിടിച്ച ഒരു സ്ത്രീയാണ്, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പ് പിടിച്ച ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഒരു മുസ്ലിം ആയതുകൊണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആ നരാധമൻ അതിക്രൂരമായി അടിച്ചു കൊലപ്പെടുത്തിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നോമ്പുകാരനായ നോമ്പ് പിടിച്ച ഒരു കുട്ടിയെ ഇതുപോലെ ഒരു നരാധമൻ കൊണ്ടുപോയി, കാറിൽ കയറ്റി കൊണ്ടുപോയി അതിക്രൂരമായി കൊലപ്പെടുത്തി. ഇതുപോലെ മനസ്സിൽ മനുഷ്യത്വമില്ലാതെ ഇതുപോലെ ക്രൂരമായി കൊണ്ട് ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ മുസ്ലിം സഹോദരങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് നേരിടേണ്ടി വരുന്നുണ്ട്. നോക്കൂ, ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ എത്രയെത്ര മുസ്ലിം സഹോദരങ്ങളെയാണ് ഈ വർഗീയവാദികൾ കൊലപ്പെടുത്തിയത്. നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ, വൈവിധ്യങ്ങളുടെ നാട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് കുറച്ച് വർഷങ്ങളായി വാർത്താമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൾക്കൂട്ട കൊലപാതകങ്ങളുടെയും വംശീയ അധിക്ഷേപങ്ങളുടെയും ബുൾഡോസർ രാജിൻ്റെയും ഒക്കെ വാർത്തകളാണ്. മുസ്ലിം വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ അത് കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല. ഇതിന് പിന്നിൽ ആസൂത്രിതമായ ഒരു അജണ്ടയുണ്ട്. മുസ്ലിം സഹോദരങ്ങളെ കൊണ്ട് വർഗീയവാദികൾ ജയ് ശ്രീറാം എന്ന് നിർബന്ധിച്ച് വിളിപ്പിക്കുന്ന എത്രയെത്ര ദൃശ്യങ്ങൾ നാം എല്ലാവരും കണ്ടു. സ്വന്തം ദൈവത്തിൻ്റെ പേര് പോലും ഇന്ന് അക്രമത്തിനുള്ള ആയുധമാക്കി മാറ്റുകയാണ് ഇത്തരം വർഗീയവാദികൾ. ഒരാളെ തടഞ്ഞു നിർത്തി നിർബന്ധപൂർവം ഒരു മന്ത്രം ചൊല്ലിക്കാൻ ശ്രമിക്കുകയും അത് വിസമ്മതിച്ചാൽ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നു. നോക്കി, ഇത്തരത്തിലുള്ള ഈ ക്രൂരതകൾ ഏതു മതമാണ് പഠിപ്പിക്കുന്നത്? ഒരു മതത്തിലും പഠിപ്പിക്കുന്നില്ല. ആ മതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാത്ത ചില വിഡ്ഢികളും വർഗീയവാദികളും മാത്രമാണ് ഇത്തരത്തിൽ മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊല്ലുന്നത്. മുസ്ലിമീങ്ങൾക്കെതിരെ നിരന്തരമായി കൊണ്ട് ഇത്തരം വർഗീയവാദികൾ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് മാത്രം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അത് വലിയ രീതിയിൽ സെൻസിറ്റീവായി പത്രവാർത്താ മാധ്യമങ്ങൾ, അതും മുസ്ലിമാണ് കൊല്ലപ്പെട്ടത് എങ്കിൽ വലിയ ചർച്ചയൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും കുറച്ച് നേരത്തേക്ക് ആളുകളിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള കുറച്ച് ചർച്ചകൾ മാത്രം. എന്നാൽ പിന്നീട് ആ സംഭവങ്ങൾ നിശബ്ദമായി മാറുകയാണ്, സൈലൻ്റായി മാറുകയാണ്. അതിനെക്കുറിച്ച് പിന്നീട് ചർച്ചയൊന്നും ഉണ്ടാകാറില്ല. നമ്മുടെ രാജ്യമെന്നുള്ളത് ഇന്ന മതക്കാരൻ്റെ രാജ്യമല്ല, ഹിന്ദുവിൻ്റെ രാജ്യമല്ല, മുസൽമാൻ്റെ രാജ്യമല്ല, ക്രൈസ്തവൻ്റെ രാജ്യമല്ല. എല്ലാ മതസ്ഥരുമുള്ള ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും അവകാശമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ചില വർഗീയവാദികൾ, വർഗീയ ശക്തികൾ ഇതിനെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ പൊതുസമൂഹത്തിലേക്ക് പറഞ്ഞു പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം മാനവികതയും മതസൗഹാർദ്ദവും എന്താണെന്നറിയുന്ന നല്ലവരായ ജനങ്ങൾ അതിന് കൃത്യമായ മറുപടിയും കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തു ചെയ്യാനും, ഇത് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത്തരം കൊലയാളികൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. തെറ്റു ചെയ്തവർ ആരായിരുന്നാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ, പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്.